Hello guys, thanks for checking back on my channel, Mr. Chef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മടിയന്മാരുടെ ചിക്കൻ പിസ്സയുടെ റെസിപ്പിയാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഈ പിസ്സയ്ക്ക് ഞാൻ ഇട്ടേക്കുന്ന പേര് മടിയന്മാരുടെ പിസ്സ എന്നാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു പിസ്സയിൽ നിന്നും ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പകുതി സമയം മതി. അതുമാതിരി തന്നെ ഇതിന്റെ 4-1 എക്സ്പെൻസ് നമുക്ക് വരികയുള്ളൂ. കുട്ടികൾക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ പിസ്സ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമുക്ക് ഈ റെസിപ്പി ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് ഇനി ഒറിജിനൽ ചിക്കൻ പിസ്സ എങ്ങനെ ഉണ്ടാക്കണം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഈ സൈഡിലോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ ആരംഭിക്കാം. ചിക്കൻ പിസ്സ ഉണ്ടാക്കുവാനായിട്ട് ആദ്യമായി തന്നെ ചിക്കൻ്റെ ഒരു ബ്രസ്റ്റ് എടുത്ത് നമുക്ക് ഈ കാണുന്ന മാതിരി ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഒരേ ഒരു ചിക്കൻ ബ്രസ്റ്റ് ആണ് റെസിപ്പിക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ചിക്കനിലേക്ക് നമ്മൾ വളരെ സിമ്പിളായുള്ള മാരിനേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത് രണ്ടും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതെടുത്ത് സൈഡിലേക്ക് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അടുത്തായി നമുക്ക് ഈ റെസിപ്പിക്കായിട്ട് ഒരു 4 മുട്ട എടുത്ത് നമുക്ക് ബോളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. 4 മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇതിലേക്ക് സീസൺ ചെയ്യാനായിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ്, 1 പിഞ്ച് ചില്ലി ഫ്ലേക്സ്, 1 പിഞ്ച് ബ്ലാക്ക് പെപ്പർ, ചോപ്പ് ചെയ്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഇതെടുത്ത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തായി സ്റ്റവ് എടുത്ത് വെച്ച് ഓണാക്കിയതിന് ശേഷം നല്ലൊരു നോൺ സ്റ്റിക്ക് പാൻ നമുക്ക് സ്റ്റവിലേക്ക് വെക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ ബട്ടറോ, ഇനി നിങ്ങൾക്ക് ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ ഓയിൽ ഒഴിച്ചതിന് ശേഷം, ഓയിൽ അല്ലെന്നുണ്ടെങ്കിൽ ബട്ടർ ചൂടാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ബട്ടർ മെൽറ്റായി കഴിയുമ്പോൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ടും വളരെ ചെറുതായി നമ്മൾ കട്ട് ചെയ്തുകൊണ്ടും 3 തുടങ്ങി 4 മിനിറ്റ് നേരം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് കുക്കായി കിട്ടുന്നതാണ്. അതിൽ കൂടുതൽ കുക്ക് ചെയ്യാണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കേസ് അങ്ങനെ നമ്മൾ 3 മിനിറ്റ് നേരം നമ്മളുടെ ചിക്കൻ നമ്മളിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ മാതിരി ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അടുത്തായി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം കുക്കായ ചിക്കൻ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് സൈഡിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. അടുത്തായി നമുക്ക് സെയിം പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടൊന്ന് മെൽറ്റ് ചെയ്യാം. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ ഓയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ബട്ടർ മെൽറ്റായി കഴിയുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത ബ്രെഡ് ഇതിലേക്ക് അറേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഒരു ഫുൾ ബ്രെഡ് ഇങ്ങനെയാണ് വരുന്നത്. അത് നടുവേ കട്ട് ചെയ്താണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. ഈ കട്ട് ചെയ്ത ബ്രെഡ് നമുക്ക് വൈഡായുള്ള ഭാഗം നമ്മുടെ പാൻ്റെ എഡ്ജിലേക്ക് വരുന്ന മാതിരി നമുക്ക് അറേഞ്ച് ചെയ്യാം. ഈ റെസിപ്പിയിൽ നമുക്ക് പിസ്സ ഉണ്ടാക്കാനായിട്ട് നമുക്ക് മൊത്തം വേണ്ടത് 2.5 സ്ലൈസ് ബ്രെഡാണ്. ബ്രെഡ് അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത എഗ്ഗ് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ബീറ്റ് ചെയ്ത എഗ്ഗ് നമ്മൾ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മളുടെ സ്റ്റവ് നമുക്ക് ഓണാക്കാം. സ്റ്റവ് ഓണാക്കിയതിന് ശേഷം നമുക്കൊരു സിമ്മറിലേക്ക് ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തായി പാനിൻ്റെ ലിഡ് വെച്ച് നമ്മളുടെ എഗ്ഗ് കുക്കാവുന്നവരെ നമുക്കത് വെയിറ്റ് ചെയ്യാം. കേസ് അങ്ങനെ നമ്മൾ മൂടി വെച്ചതിന് ശേഷം ഒരു 1.5 മിനിറ്റ് നേരം നമ്മൾ ബ്രെഡും എഗ്ഗും കുക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തായി നമ്മുടെ സ്റ്റവിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം എഗ്ഗും ബ്രെഡും നമുക്കിത് മറിച്ചിടാം. മറിച്ചിട്ടതിന് ശേഷം ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കെച്ചപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കെച്ചപ്പിന് പകരം പിസ്സ സോസ് കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യുന്നതും വളരെ നന്നായിരിക്കും. അടുത്തായിട്ട് നമ്മളിവിടെ ക്യാപ്സിക്കും ഒനിയനും സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിന്ന് 3 തരത്തിലുള്ള ക്യാപ്സിക്കാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ 3 തരത്തിൽ ഉപയോഗിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കിട്ടാനുള്ള ഏതെങ്കിലും ഒരു കളറും ഒനിയനും കൂടെ കട്ട് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിത് അപ്ലൈ ചെയ്യാം. ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്തെടുത്ത ചിക്കനും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. ചിക്കൻ ഇട്ടതിന് ശേഷം നമ്മൾ അടുത്തായി ഇടുന്നത് 1 കപ്പ് മൊസറല്ല ചീസാണ്. നിങ്ങൾക്ക് മൊസറല്ല ചീസ് കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ഏത് ചീസും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ 1 കപ്പ് ചീസാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. ചീസ് ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് ചോപ്പ് ചെയ്തതിന് മുകളിലേക്ക് ഇടാം. കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് സ്റ്റവിൻ്റെ ഫ്ലെയിം ഓണാക്കി സിമ്മറിൽ സെറ്റ് ചെയ്തതിന് ശേഷം പാനിൻ്റെ ലിഡ് വെച്ച് നമ്മളുടെ ചീസ് മെൽറ്റ് ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഗൈസ്, എനിക്ക് നിങ്ങളോടൊരു ഫേവർ ചോദിക്കാറുണ്ട്. നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഓരോ ലൈക്സ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ ചാനലിൻ്റെ ഗ്രോത്തിനും
നമ്മളെ വീഡിയോ കൂടുതൽ ആൾക്കാരിൽ എത്താനായിട്ട് ഇത് വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് ഓരോ ലൈക്സ് കൊടുക്കുക. ഓക്കെ ഗൈസ്, അങ്ങനെ ഏകദേശം നമ്മൾ ലിഡ് വെച്ച് ഒരു 1.5 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാതെ മാതിരി നമ്മളെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തതായി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, നമ്മുടെ മടിയന്മാരുടെ ചിക്കൻ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഒറിജിനൽ ചിക്കൻ പിസ്സയുടെ ടേസ്റ്റ് തന്നെയുണ്ട്. നമ്മളെടുത്ത എഫേർട്ടും നമ്മൾ ഉപയോഗിച്ച ഇൻഗ്രീഡിയൻസും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാർ ബെറ്റർ ആണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിലായാലും നല്ല അടിപൊളിയാണ്. നമ്മൾ വർക്ക് ചെയ്യേണ്ടതും വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന, നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസൊക്കെ നമ്മളെ കമന്റ് സെക്ഷൻ എഴുതിയിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമാതിരി വീഡിയോയ്ക്ക് ഒരു ലൈക്സ് കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. പിസ്സ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് ഈ റെസിപ്പി അയച്ചു കൊടുക്കുക. അതുമാതിരി നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഇതുമാതിരി ഇൻട്രസ്റ്റിംഗ് ആണ് വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബും ചെയ്യുക. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി ആൻഡ് ഐ സീ യു വിത്ത് എ ഡിഫറെന്റ് വീഡിയോ. ബൈ.